ഇതുപോലെയുള്ള മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് നമുക്ക് ആദ്യം വേണ്ടത് ആൻസർ റോഡ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, സ്റ്റാർട്ടിങ് റോഡ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം കൗണ്ട് ചെയ്യുക. 1 2 3 4 5. ഇത് 5 ഡിജിറ്റാണ് അല്ലേ. ഇത് ടോട്ടൽ 5 ഡിജിറ്റും ഇവിടെ നോക്കുക 1 2 3 4, അതായത് 4 ഡിജിറ്റാണുള്ളത്. അപ്പോൾ ടോട്ടൽ 9 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് 9th റോഡിനായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 9th റോഡ് കിട്ടുകയെന്ന് പറയുന്നത് ഈ നമ്മുടെ മിഡിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, നമുക്ക് കിട്ടില്ല. നോക്കിയേ 1 2 3 4 5 6 7 8 വരെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക, റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. ഈ ഡോട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർമ്മിക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് റോഡ് ഇതാണ്. ഇവിടെ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്യണമെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം, ഇങ്ങനെ തന്നാൽ ആദ്യം 5നെയാണ് ചെയ്യേണ്ടത് ഓർമ്മിക്കുക. ഈ ഇവിടുത്തെ ഓരോ ലെഫ്റ്റ് സൈഡിലെ ഓരോ നമ്പറിനെയും നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലെ ഓരോ നമ്പറായിട്ട് എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അതായത് ആദ്യം 5നെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 5നെ എന്ത് ചെയ്യണം, 8നെ കൊണ്ടും, പിന്നെ 5നെ 7നെ കൊണ്ടും, 5നെ 6നെ കൊണ്ടും, 5നെ 9നെ കൊണ്ടും എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ ആദ്യം 5ൻ്റെ പൊസിഷനാണ് കണ്ടുപിടിക്കേണ്ടത്. 5ൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ നിങ്ങളോട് നോക്കുക. 1 2 3 4 5 5th പൊസിഷനിലാണ് ഇവിടെ ഉള്ളത്. അതും ഇവിടുത്തെ 4 5th പൊസിഷനിൽ ഇതിൻ്റെ കൂടെ ഈ 4 കൂടി ആഡ് ചെയ്യുമ്പം 9th പൊസിഷനിലായിരിക്കും 5ൻ്റെ സ്ഥാനം വരാം. അതായത് ഇവിടുന്ന് 9th റോഡിൽ നിന്നായിരിക്കും നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 1 2 3 4 5 6 7 8 9 ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 5ൻ്റെ ചെയ്യും. ഇനി നോക്കുക 5 8, ഈ 5നെ എന്താക്കുക, അതേ 8നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 8 ആർ എത്രയാണ്, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. 1 2 3 4 5 6 7 1 2 3 4 5 6 7 8 9 ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 5 8 ആർ 40 ആണെന്നറിയാം. അപ്പോൾ ഇവിടെ 4ഉം ഇവിടെ 0യും എവിടെയാണ് എൻ്റെ ചെയ്യുന്നത് അവിടെ കൈവെക്കുക. നെക്സ്റ്റ് ഇവിടെ നിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി 5നെ 7നെ കൊണ്ട് 35. അപ്പോൾ ഇവിടെ 3 കൊടുക്കുക, ഇവിടെ 5. നെക്സ്റ്റ് എന്ത് ചെയ്യണം, 5 6 ആർ 30. അപ്പോൾ ഇവിടെ 3, ഇവിടെ 0, 30 ആയി. 5 5 ആർ 25, ഇവിടെ 2, ഇവിടെ 5. അപ്പോൾ 5ൻ്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യും, 5നെ ഇവിടുത്തെ ഓരോ ഡിജിറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, 5നെ എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. ഈ നെക്സ്റ്റ് ചെയ്യേണ്ടത് 6നാണ്. അപ്പോൾ 6ൻ്റെ പൊസിഷൻ ആദ്യം കണ്ടുപിടിക്കണം. ഓരോ നമ്പറിൻ്റെയും പൊസിഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ നോക്കിയാൽ 6 എത്രാമതാണ് നിൽക്കുന്നത്, 1 2 3 4. ഇവിടുത്തെ 4th പൊസിഷനാണ് 6 ഉള്ളത്. 4ഉം ഇവിടുത്തെ ഈ 4ഉം ഇവിടെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ എത്രയാണ് അത് ആഡ് ചെയ്യുക. 4 + 4 8. 8th റോഡിനായിരിക്കണം 6ൻ്റെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും ആദ്യം കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8. അതായത് ഇവിടെ നിന്നായിരിക്കണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി 6 8 48ആണ്. അപ്പോൾ ഇവിടെ 4ഉം ഇവിടെ 8 കൊടുക്കണം. ഇവിടെ 4 കൊടുക്കാന്ന് പറയുമ്പോൾ ഡയറക്റ്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആഡ് 5 + 1 4 എടുത്ത് 8 ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് 8 എടുക്കാൻ പറ്റില്ല. അപ്പം ആഡ് 10 + 2 ചെയ്യാം. 48 ആയി. ഇനി 6 7 42 നമുക്കിവിടെ 4 വേണം, ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. പിന്നെ 5നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആഡ് 10 + 6 ഇവിടെ 4 കിട്ടി. ഇനി എന്ത് ചെയ്യണം, 6 7 42 ഇവിടെ 2 കൊടുക്കണം. 2 ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, 42. ഇനി 6 6 36. 36 എന്ന് പറയുമ്പോൾ ഇവിടെ 3 കിട്ടാൻ എന്ത് ചെയ്യണം, 5 + 2 ഇവിടെ 6 കിട്ടാൻ ഡയറക്റ്റ് 6 എടുക്കാൻ പറ്റും. അപ്പോൾ ആഡ് 10 + 4 ചെയ്യാൻ +5 ആഡ് 1 36ആയി. ഇനി 6 5 30 ഇവിടെ 30 3 0. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ 6ൻ്റെത് കഴിഞ്ഞുകൊണ്ട് 6നെ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്രോസ് ചെയ്യുക. ഇനി 7th പൊസിഷൻ. 7th എത്രാമതാ, 1 2 3 3rd പൊസിഷനിലാണ് നിൽക്കുന്നുണ്ടേ. 1 2 3 ഇവിടെ 3 3rd പൊസിഷനിലും ഇവിടെ ആണ് 7. ടോട്ടൽ 7 ആണ്. അപ്പോൾ 7th റോഡ് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇവിടുന്ന് കൗണ്ട് ചെയ്യുക. ഓക്കെ, മിസ്റ്റേക്ക് വരാതിരിക്കാനാണ് വീണ്ടും കൗണ്ട് ഡൗൺ ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ ഓർമ്മിക്കുക, ഇത് 9 ആണ്, ഇത് 8 ആണ്, ഇത് 7 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാം. ഒന്ന് നമ്മൾ എന്ത് ഒന്നുകൂടി ഉറപ്പിക്കാം. 1 2 3 4 5 6 7. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, 7നെ 8നെ കൊണ്ട് മൾട്ടിപ്ലൈ 7 8 56. അപ്പോൾ ഇവിടെ 5, ഇവിടെ 6 കിട്ടണം. 6 കിട്ടാൻ ഡയറക്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ആഡ് 10 + 4 ചെയ്യാൻ +5 ആഡ് 1 56ആയി. 7 8
56. ഇനി 7 7 49. ഇവിടെ 4ഉം ഇവിടെ 9ഉമാണ്. ഇവിടെ 4 10 ആഡ് 5 ലെസ് 1. 49 എന്ന് പറയുമ്പം ആഡ് 10 ലെസ് 1. 49 ആയി. ഇനി 7 6 42. ഇവിടെ 4 വേണം. 4 എന്ന് പറയുമ്പോൾ ആഡ് 5 ലെസ് 1. ഇവിടെ 2. ഓക്കെ. ഇനി 7 5 35. ഇവിടെ 3 വേണം. അപ്പോൾ 35. അപ്പോൾ അവിടുത്തെ കഴിഞ്ഞ് 7ൻ്റെതും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇനി 7 എന്ത് ചെയ്യുക, ക്രോസ് ചെയ്യുക. നെക്സ്റ്റ് 8ൻ്റെ ചെയ്യുമ്പോൾ 8 ഇരിക്കുന്നത് സെക്കൻഡ് പൊസിഷനിലാണ്. അപ്പോൾ സെക്കൻഡ് പ്ലസ് ഈ 4ഉം സിക്സ്ത് റോയിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1 2 3 4 5 6 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇനി 8 8 64. ഇവിടെ 6 വേണം. ഡയറക്റ്റ് നമുക്ക് 6 എടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം, 6 ഇട്ടാൻ വേണ്ടിയിട്ട് ആഡ് 10 ലെസ് 4 64. ഇവിടെ 4 വേണം. 4 ഇട്ടാൻ ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല 5. അപ്പോൾ ആഡ് 10 ലെസ് 6 അല്ലേ, 64 ആയി. ഇനി 8 8 64 ആയി. ഇനി 8 7 56. ഇവിടെ 5ഉം ഇവിടെ 6 ഇട്ടാൻ എന്ത് ചെയ്യണം, ആഡ് 10 ലെസ് 5 ആഡ് 1. അത് ആഡ് 10 ലെസ് 4 ചെയ്തു. 8 86. ഇനി 8 6 48. ഇവിടെ 4ഉം ഇവിടെ ഇട്ടു. 4 ഇവിടെ 8 ഇട്ടാൻ ആഡ് 10 ലെസ് 5 ആഡ് 3. 8 6 48 ആയി. ഇനി 8 5 40. ഇവിടെ 40 വേണം. 4ഉം ഇവിടെ 0. ഓക്കെ. അപ്പോൾ 8ൻ്റെതും കംപ്ലീറ്റ് ആയി. ഇനി 9 കൊണ്ട് ചെയ്യണം ഓരോന്ന്. അപ്പോൾ 9ൻ്റെ പൊസിഷൻ ഇവിടെ ഫസ്റ്റാണ്. ഇവിടെ 4. അപ്പോൾ 5th റോയിൽ നിന്നായിരിക്കണം സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 4 5 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. 9 8 72. അപ്പോൾ ഇവിടെ 7 വേണം. ഇവിടെ 7 ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. ആഡ് 10 ലെസ് 3 എന്ന് പറയുമ്പോൾ ലെസ് 5 ആഡ് 2. 72. 72. ഇവിടെ 2 ഡയറക്റ്റ് ആഡ് ചെയ്യുക. എവിടെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ കൈ വെക്കുക. 72. 72ഉം 9 7 63. ഇവിടെ 6 വേണം. 6 ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചെയ്യണം ആഡ് 10 ലെസ് 4 ചെയ്യണം. അല്ല, ആഡ് 10 ഇവിടെ നമുക്ക് എടുക്കാൻ എന്ത് ചെയ്യുക, ആഡ് 50 ലെസ് 40. അപ്പോൾ 10 കിട്ടി. ഓക്കെ. അതിന് 6 കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ലെസ് 4 ചെയ്യാൻ പറയുമ്പോൾ ലെസ് 5 ആഡ് 1. ഇനി 63. അപ്പോൾ ഇവിടെ 6 ആയി. ഇനി 3 ചെയ്യാൻ വേണ്ടിയിട്ട് എന്താക്കണം, ഇവിടെ 3 കിട്ടാന്ന് പറയുമ്പോൾ ആഡ് 10 ലെസ് 7. 9 63 ആയി. ഇനി എന്ത് ചെയ്യണം, 9 6 54. ഇവിടെ 5ഉം ഇവിടെ 4ഉം. ഇനി 9 5 45. ഇവിടെ 4 ഇവിടെ 5. ഇവിടെ 4 എന്ന് പറയുമ്പോൾ 4 ഇവിടെ 5. അപ്പോൾ ആൻസർ വരിക 9ന് മൊത്തം ചെയ്ത്. അപ്പോൾ ആൻസർ വരാമെന്ന് പറയുന്നത് 4 9 4 9 7 7 5 5 8 5. 4 9 7 7 5 5 5 ഉണ്ട്. 3 5 ഉണ്ട് കേട്ടോ. 5 5 5 8 5.